ഗേസ് 12 മണിക്കൂർ ജോലി എന്താ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 12 മണിക്കൂർ ജോലിയാക്കാൻ പോവാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിൽ ഇപ്പം ബാംഗ്ലൂരൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെ 12 മണിക്കൂർ ജോലി ടൈം ആക്കാനാണ് ഇപ്പം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പറയുന്നത്. ഇപ്പം 12 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 24 മണിക്കൂറാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് ജീവിക്കാനുള്ള സമയം ഒരു ദിവസം. ഓക്കെ, അതിൽ തന്നെ 24 മണിക്കൂർ നമുക്ക് 24 മണിക്കൂർ കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ കിട്ടുന്നത് ഈ ഒരു 8 മണിക്കൂർ. നമുക്ക് ഈ ഒരു ഉറക്കം അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ നമുക്ക് 8 മണിക്കൂർ അങ്ങനെ വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ തന്നെ നമുക്ക് കൂട്ടാം. ഈ കുളിക്കലും അതുപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 1 hours അങ്ങനെയും ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ 9 മണിക്കൂർ അവിടെ പോയോ. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു കുറച്ച് മണിക്കൂർ, അതായത് ഒരു 15 മണിക്കൂറൊക്കെ ബാക്കി ഉണ്ടാവും. ഈ 15 മണിക്കൂറിൽ 12 മണിക്കൂർ ജോബ് ചെയ്യാനാണ് ഇപ്പം പറയുന്നത്. ബാക്കിയുള്ള 3 മണിക്കൂറാണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മൾക്കായുള്ള വിനോദം എന്ന് പറയാം. ഈ വിനോദത്തിനുള്ള 3 മണിക്കൂർ നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2 മണിക്കൂർ ബസ്സിലും പോകും. ബാക്കിയുള്ള 1 മണിക്കൂർ, ഈ 1 മണിക്കൂർ കൊണ്ട് അവന് മൊബൈല് ഒന്ന് റീല് നോക്കാൻ പോയിട്ട് അവനെ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ആ 1 മണിക്കൂർ അവന് തികയോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് പ്രാന്താവുള്ളൂ, സത്യം പറയാലോ. അതായത് പ്രാന്തായിപ്പോൾ മുഴുവനായിട്ട്. കാരണം ഈ ഒരു 12 മണിക്കൂറൊക്കെ ജോബ് ഇതൊക്കെ പണ്ടേ നിരോധിച്ച കാര്യമാണ്. പണ്ട് നമ്മുടെ ഈ തൊഴിലാളി വിപ്ലവങ്ങൾ ഒക്കെ മെയ് 1 നമ്മൾ ഒരു അവധി ആഘോഷിക്കുന്നുണ്ടല്ലോ. അതെന്താ? ഇങ്ങനെ തൊഴിലാളി വിപ്ലവം വന്നിട്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ഉറക്കം എന്നിങ്ങനെ മാറ്റിയിട്ട് ഇപ്പം കാണുന്ന രീതിയിലുള്ള ടൈം ആക്കിയത് ഇങ്ങനത്തെ തൊഴിലാളി വിപ്ലവങ്ങൾ കൂടെയൊക്കെയാണ്. അപ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ഉറക്കം, ഇതാണ് കറക്റ്റായിട്ടൊരു മനുഷ്യന് വേണ്ടത്. അപ്പോൾ ഇതില്ലാഞ്ഞാൽ ഫുള്ള് തെറ്റും. കോർപ്പറേറ്റ്സിന് ഒരുപാട് ജോലി ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളൊരു മനുഷ്യനെ കൊണ്ട് 16 മണിക്കൂറോ അല്ലെങ്കിൽ 20 മണിക്കൂറോ അവർ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഉണ്ട് എനിക്കറിയാം. അങ്ങനെയുള്ളവർ കമൻറ്റ് ഇടുക. ദയവായി നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ പ്രതികരിച്ചിട്ട് 4 ആൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും കാണട്ടെ, കോർപ്പറേറ്റ് മുതലാളിമാരെങ്കിലും കാണട്ടെ ഈ വീഡിയോ. എന്നിട്ട് അവർ നിങ്ങളെ കമൻറ്റൊക്കെ കാണട്ടെ. ഇനി നിങ്ങളെ പേരിൽ തന്നെ കമൻറ്റ് ഇടാൻ പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. എന്നിട്ട് നിങ്ങളെ പ്രതിഷേധങ്ങൾ അറിയിക്കുക, കമ്പനികളിലെ ഓണറും എല്ലാവരും കാണട്ടെ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? അതായത് 12 മണിക്കൂർ ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ 18 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ അവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ള് മൈൻഡ് ഔട്ടായി പോവുക. ഏകദേശം ഒരു 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 50 വയസ്സായ പോലെ ആയിരിക്കും അവരെ നിപ്പും നടപ്പുമൊക്കെ. വയറൊക്കെ ചാടി ഫുള്ള് ഫാറ്റും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളും. ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ കൊളസ്ട്രോളും ഷുഗറും മറ്റുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വന്ന് ഇവരൊക്കെ കൂടി സൈഡാവാണ്. ഇവർക്ക് കുടുംബജീവിതമല്ല, കുട്ടികളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ സമയമില്ല, ഒന്നും സമയമല്ല. കോർപ്പറേറ്റ് സെയില് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രഷർ വന്നിട്ട് ഇവരൊക്കെ മൈൻഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതാണിപ്പം ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പം ഈ ഒരു നിലപാടിനോട്, കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നിലപാടിനോട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരാണോ ഇത് കൊണ്ടുവന്നത് ആ ഒരു ആളോട് നമുക്ക് ഒരിക്കലും ഇതിനെ അനുകൂലിക്കാൻ പറ്റില്ല. കാരണം തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ ഇവിടെ ഇപ്പോഴാണ് വേണ്ടത്. ഇപ്പോഴാണ് നമുക്ക് കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഇപ്പോഴാണ് നമുക്ക് അവർക്ക് ആവശ്യം. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇപ്പോഴാണ് ഉദയം ചെയ്യേണ്ടത്. പണ്ടൊക്കെയാണെങ്കിൽ നമുക്കിതിനൊക്കെ ആ ഒരു നയം കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിനൊക്കെ സമരം ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ, ഇപ്പോൾ കോർപ്പറേറ്റുകൾ അടിമകളായിട്ട് നിൽക്കുകയാണ് എല്ലാ ജനങ്ങളും. യുവജനങ്ങൾ ഫുള്ള് കോർപ്പറേറ്റ്സിൻ്റെ അടിമകളാണ്. അവരെന്ത് പറയുന്നു, അവർ ഇന്ന് നിങ്ങൾക്ക് ഇതോ ഉള്ളൂ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഉള്ളൂ. അതിനെതിരെ പ്രതികരിക്കാൻ പോലും റൈറ്റ്സ് ഇല്ലാത്ത കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും. പ്രതികരിച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകുന്നുള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളും പ്രതികരിക്കാതെ അതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിനാവില്ല. നമ്മളെപ്പോലെ കുറേ ആൾക്കാർക്ക് ഇതാവില്ല. എല്ലാവരെയും നിങ്ങൾക്ക് അടിമയാക്കി വെക്കാൻ പറ്റില്ല. കുറച്ചാളെങ്കിലും പ്രതികരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ റോബോട്ട് പോലൊന്നും ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും പ്രതികരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. പ്രതികരിക്കുക തന്നെ വേണം. അനീതി കണ്ട പ്രതികരിക്കുക തന്നെ വേണം. ഇപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാർ, ഈ കോർപ്പറേറ്റ്സിൻ്റെ മുതലാളിമാർ, ഇവരൊക്കെ എത്ര മണിക്കൂർ ഓഫീസിലുണ്ടാവും? 2-3 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഇവർ പോവുക. ബാക്കിയുള്ള ഈ കമ്പനീനെ ഫുള്ള് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങ് എത്തിക്കുന്നത്, ഹൈറ്റിൽ എത്തിക്കുന്നത് ഈ പാവം തൊഴിലാളികളാണ്.
ഡാറ്റ എൻട്രിയും അതുപോലെ തന്നെ സെയിലും ഇങ്ങനത്തെ താഴ്ന്ന വിഭാഗത്തിൽ താഴ്ന്ന ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ കമ്പനീനെ മുകളിലെത്തിക്കുന്നത്. ഇതിന് കോർപ്പറേറ്റ് മുതലാളിമാർ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഓഫീസിൽ വരുന്ന ആൾക്കാരുണ്ട്, മുതലാളിമാർ. അങ്ങനെ അവരിവിടെ വരുന്നു, എല്ലാവരും ഒന്ന് പുഷ് ചെയ്യുന്നു, അവർ പോകുന്നു, അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അവരിങ്ങനെ ഫുള്ള് പാർട്ടിയും കാര്യങ്ങളും അതുപോലെ തന്നെ സെലിബ്രേഷൻ കാര്യങ്ങളായിട്ട് അവർ നടക്കുന്നു. ഈ പാവം തൊഴിലാളികൾ 12-13 മണിക്കൂറൊക്കെ വർക്ക് എടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുടുംബവും കുട്ടികളൊന്നുമില്ലേ? നിങ്ങൾ ഈ മുതലാളിമാരും അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ കുടുംബവും കുട്ടികളും അതുപോലെ തന്നെ പാർക്കും ബീച്ചും ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നടക്കാം. ബാക്കിയുള്ള ഈ സാധാരണക്കാരൻ്റെ ജനങ്ങളോ? അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് കർണാടകയിലല്ലെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആക്കാൻ പാടില്ല. നമ്മൾ ഇന്ത്യയിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡായി നമുക്ക് എല്ലാ സ്റ്റേറ്റിലും അത് വരും. കാരണം ഇന്ത്യയിലാണ് നമുക്കിത് വന്നിട്ടുള്ളത്, അല്ലാതെ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ UAE ഒന്നും അല്ലത്. നമ്മളെ ഇന്ത്യയിലാണ് നമുക്ക് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർണാടകയാണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു നമ്മളെ കർണാടക, ബാംഗ്ലൂർ അതുപോലെ തന്നെ ചെന്നൈ സൈഡിലേക്കാണ് ജോലി ചെയ്യുന്നത്. കേരളത്തിനെക്കാട്ടും കൂടുതൽ അവിടേക്കാണ് ജോലി ചെയ്യുന്നത് കേരളത്തിലെ ആൾക്കാർ. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഫക്റ്റ് ചെയ്യും. ഇവിടുത്തെ ആൾക്കാരെ ഫാമിലി അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരെ മെൻ്റൽ ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കർണാടകയിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും കർണാടക ബേസ് ചെയ്തുള്ള കമ്പനി കേരളത്തിൽ ഈ നിയമം കൊണ്ടുവരും. അങ്ങനെ ഒരു കമ്പനിയെങ്കിലും കേരളത്തിൽ കൊണ്ടുവന്നാൽ ബാക്കിയുള്ള കമ്പനീസും ഇത് അനുകരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു തൊഴിലാളി ദിനം May 1 വരെ അവരെടുത്തൊഴിവാക്കിയിട്ട് അതുപോലും ഈ ഒരു പ്രവൃത്തി ദിനമായിട്ട് മാറ്റും. അതുപോലും അവർ എല്ലാ അവധികളും വെട്ടി കുറച്ചിട്ട് ഇങ്ങനെ മനുഷ്യനെ റോബോട്ടിനെ പോലെ എടുപ്പിക്കണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റോബോട്ടിനെ പോലെ പണിയെടുപ്പിക്കരുത്. കാരണം അവർക്കും ഫാമിലീസ് ഉണ്ട്, അവർക്കും കുട്ടികളും കാര്യങ്ങളും, അവരെ സ്കൂൾ ആക്കുകളും അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്. കുട്ടികളിപ്പോൾ എത്ര സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞാലും വീട്ടിലെത്തിയിട്ട് അമ്മമാരും അച്ഛന്മാരും കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വീട്ടിലുള്ളവർ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് കൂടി ഉണ്ടെങ്കിലേ കുട്ടികൾക്കും ഒരു ബുദ്ധിവികാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നാളത്തെ യുവജനങ്ങളാണ് അവർ. അപ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കി വളർത്തേണ്ട കടമ രക്ഷിതാക്കൾക്കുണ്ട്. ഈ 12 മണിക്കൂറൊക്കെ നിങ്ങൾ വരുന്ന ഈ ജോബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെപ്പോഴായി ഈ വീട്ടിലെത്തിയിട്ട് കുട്ടികളെ നോക്കാനും ജീവിക്കാനുള്ള സമയമുള്ളത്? ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 8 മണിക്കൂർ തന്നെ ഇവിടെ അധികമാണ്. പല അമേരിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 4-5 മണിക്കൂർ ജോബ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളായിട്ട് നടക്കുന്നത്. ആ 4-5 മണിക്കൂർ പണിയെടുത്താൽ പോലും അവർക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഒരാഴ്ച പണിയെടുക്കുന്ന പൈസ നമുക്ക് അവിടെ 4-5 മണിക്കൂർ പണിയെടുത്താൽ കിട്ടും ബാക്കിയുള്ള പുറം രാജ്യങ്ങളിൽ. അപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇവിടെ വെറുതെ ഒരു 8,000-7,000 രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ശമ്പള വർധനമൊന്നും ആവശ്യപ്പെടുന്നില്ല. അവിടുത്തെ പോലെ 1 ലക്ഷം രൂപയും അല്ലെങ്കിൽ 2 ലക്ഷം രൂപയൊന്നും നമുക്ക് വേണ്ട മാസത്തിൽ. ഇവിടെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് തന്നെ അതിനെക്കാൾ നല്ലത് 20,000 അതൊന്നും കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ എമൗണ്ടാണ് ഇവിടെ എംപ്ലോയീസിന് കിട്ടുന്നത്. വളരെ കുറച്ച് പേർക്കാണ് 25K മുകളിൽ കേരളത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ പോലും ഈ ഒരു സമയമെങ്കിലും നിങ്ങൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അതിൽ മുകളിലോട്ട് പോകാതിരിക്കുക. വളരെയധികം സങ്കടത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഈ ഒരു അഭിപ്രായം നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? 12 മണിക്കൂർ ജോബിനൊക്കെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ പ്രതികരിക്കുന്നതായിരിക്കും കേസ്. നമ്മൾ എന്തായാലും പ്രതികരിച്ചതായിരിക്കും. എന്തൊക്കെ വന്നാലും നമ്മൾ പ്രതികരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമല്ല, ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ.